നവംബർ 30 മുതൽ ആരംഭിച്ച ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള റാലിയും സമാപന ചടങ്ങും സമ്മാനദാനവും പ്രാപ്പോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ അധ്യക്ഷതയും പ്രശസ്ത പ്രഭാഷകൻ VK സുരേഷ് ബാബു ചടങ്ങ് ഉദ്ഘാടനവും ചെയ്തു. നന്ദി അർപ്പിച്ചുകൊണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ സജി മാഷും സംസാരിച്ചു. ചടങ്ങിൽ നൂറുകണക്കിന് ആൾക്കാരാണ് പ്രതികൂല കാലാവസ്ഥയിലും സ്കൂളിൽ എത്തിച്ചേർന്നത്. ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്ന് കേരളോത്സവത്തിൻ്റെ വോളിബോളും കലോത്സവവും ഏറ്റെടുത്ത അതിനെ ഭംഗിയാക്കിയ ചെറുപുഴ പഞ്ചായത്തിന് അഭിമാനകരമായ രീതിയിലെ പരിപാടി നടത്തിയ പ്രാപ്പോയിലെ മുഴുവൻ ആളുകളെയും എല്ലാവരെയും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി എൻ്റെ നന്ദി അറിയിക്കുകയും അഭിവാദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് ശ്രീ VK സുരേഷ് ബാബു അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആ കാതറിറ്റിക് മെത്തേഡിൽ നിന്നാണ് കഥാർസിസ് എന്ന വാക്ക് അരിസ്റ്റോട്ടിൽ കണ്ടെത്തിയത്. എന്ന് പറഞ്ഞാൽ കലയുടെ ലക്ഷ്യം കഥാർസിസ്, ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് കളഞ്ഞിട്ട് മനസ്സ് പ്രശാന്തതയുണ്ടാവുക. വില്യം വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ട് കലയെപ്പറ്റി, കവിതയെക്കുറിച്ച്, പോയട്രി ഈസ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ്, അനിയന്ത്രിതമായ വികാരങ്ങളുടെ കുത്തൊഴുക്ക്. മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പും ഇവിടെ മഴയുണ്ടായിരുന്നു, പക്ഷേ അന്ന് ആഗോളതാപനം ഉണ്ടായിരുന്നില്ല. ആഗോളതാപനം മനുഷ്യന്റെ സൃഷ്ടിയാണ്. 3 ലക്ഷം വർഷങ്ങളെ ആയിട്ടുള്ളൂ മനുഷ്യവംശം ഈ ഭൂമിയിൽ ഉണ്ടായിട്ട്. അതിനും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആനയും ആടും കടുവയും പുലിയും പോത്തും അരണിയും തേളും പാമ്പും ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. അവരൊന്നും തന്നെ ഈ ഭൂമിയുടെ കാലാവസ്ഥയിൽ ഇടപെട്ടിട്ട് അതിൻ്റെ ചംക്രമണത്തെ, സർഗലയ താളങ്ങളെ തെറ്റിച്ചിരുന്നില്ല. നമ്മുടെ ഈ ഭൂമിയുടെ മേലെ കാണിച്ച അത്യാർത്തി പ്രയോഗത്തിന്റെ ഫലമായിട്ടാണ് കാലവർഷം എന്നത് അകാല വർഷമായി മാറുന്നത്. അതുകൊണ്ട് മഴ പെയ്യും. മഴയ്ക്ക് എപ്പോൾ പെയ്യണമെന്നോ എപ്പോൾ പെയ്യണ്ടെന്നോ തീരുമാനമൊന്നുമില്ല. മഴയ്ക്ക് അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ അതങ്ങ് പെയ്യും. ആ അനുകൂല സാഹചര്യവും പ്രതികൂല സാഹചര്യവും സൃഷ്ടിച്ച നമ്മളാണെന്ന് ഓർത്തുകൊണ്ട് ഒരിക്കലും മഴയെ ശപിക്കരുതെന്നാണ് ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ചില ആളുകൾ അനുഗ്രഹമായി കാണുന്നുണ്ട്, ആട് നീളം വരെ നടക്കാണ്ടൊത്തല്ലോ എന്ന്, അല്ലേ? ഏതായാലും കേരളോത്സവം കേരളത്തിലെ യുവജനക്ഷേമ ബോർഡും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഒരുമിച്ച് നടത്തുന്ന കേരളത്തിലെ ഒരു വലിയ ഉത്സവമാണ്. 15 വയസ്സിന് ശേഷമുള്ള നമ്മുടെ യുവാക്കൾ അവർ വിദ്യാലയങ്ങളിൽ പഠിക്കുമ്പോൾ, കോളേജുകളിൽ പഠിക്കുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി നടക്കുന്ന മത്സരങ്ങളിൽ അവർക്ക് പങ്കെടുക്കാനും മാറ്റുരക്കാനും വികസിക്കാനും സമ്മാനം വാങ്ങാനും ഒക്കെ അവസരമുണ്ട്. എന്നാൽ ആ വിദ്യാഭ്യാസ പ്രക്രിയ കഴിഞ്ഞാൽ നമ്മുടെ യുവാക്കൾ പല തൊഴിലിൽ ഏർപ്പെടുന്നവരുണ്ട്, പല ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കൊന്നും തന്നെ അവരുടെ കല തുടർന്നു കൊണ്ടുപോകാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ആ അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദേശീയ തലത്തിൽ ദേശീയ യുവജനോത്സവവും അതിനെ ചുവടുപിടിച്ചുകൊണ്ട് സംസ്ഥാന യുവജനോത്സവവും അതിൻ്റെ ഭാഗമായി ജില്ലാതലത്തിൽ കണ്ണൂർ ജില്ലാ കേരളോത്സവം ഈ വർഷം അഴീക്കോട് വെച്ച് നടത്താൻ വേണ്ടി ഇന്നലെ സംഘാടക സമിതി രൂപീകരിച്ചു കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തും യുവജനക്ഷേമ ബോർഡും. അതിനു മുന്നോടിയായി ബ്ലോക്ക് കേരളോത്സവം, അതിനു മുന്നോടിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് തലത്തിലുള്ള കേരളോത്സവം. ഈ കേരളോത്സവം തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആവേശം അല്പാൽപ്പം പുറകോട്ട് പോയിട്ടുണ്ട്. കാരണം സ്കൂളുകളിൽ മത്സരിച്ച് സമ്മാനം വാങ്ങുന്ന കുട്ടികൾക്ക് ഗ്രേസ് മാർക്കുണ്ട്, പല വിധത്തിലുള്ള പരിഗണനകളുണ്ട്. എന്നാൽ കേരളോത്സവത്തിൽ ജയിച്ചു പോകുന്ന കുട്ടികൾക്ക് പ്രത്യേകമായ തൊഴിലിന് പ്രത്യേക സംവരണമോ പരിഗണനയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ സമ്മാനം എന്നത് മാത്രമല്ല മത്സരങ്ങളുടെ അടിത്തറ. മത്സരിക്കുക എന്നത് അവതരിപ്പിക്കുക എന്നതാണ്. നാട്ടുകാരുടെ മുന്നിൽ കായികവും കലാപരവുമായ കഴിവുകൾ അവതരിപ്പിക്കുവാൻ ഒരവസരം കൊടുക്കുന്നു. മത്സരമുണ്ടാകുമ്പോൾ ഒരു താല്പര്യം കൂടും, അല്ലേ? നന്നായി പെർഫോം ചെയ്യണം എന്നൊരു ചിന്തയുണ്ടാകും. നമ്മുടെ യുവാക്കൾ, ആധുനിക കാലഘട്ടത്തിലെ യുവാക്കൾ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ചില പ്രവണതകൾ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റി. ഇന്ന് നിങ്ങളുടെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും, കോട്ടയം മലബാർ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്.
കോട്ടയം മലബാർ എന്ന് പറയുന്നത്, കോട്ടയം രാജ്യം കേട്ടിട്ടുണ്ടോ? പഴശ്ശിരാജാവിന്റെ രാജ്യത്തിന്റെ പേര് കോട്ടയം എന്നായിരുന്നു. ആ കോട്ടയം രാജ്യത്തിന്റെ തലസ്ഥാനമാണ് കോട്ടയം. അവിടെ ഒരു ഗവൺമെന്റ് ഹൈസ്കൂളുണ്ട്. ആ ഹൈസ്കൂളിൽ 37 കുട്ടികളെ ഇന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയുണ്ട്. എന്തിനാ സസ്പെൻഡ് ചെയ്തത്? +1കാരും +2കാരും തമ്മിൽ അടിയാണ്. അടി എന്ന് പറഞ്ഞാൽ ഈ +1നും +2നും വന്ന് ചേർന്ന കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാ, നല്ല വിവരമുള്ള A+ വാങ്ങിയ കുട്ടികളാ. ആ കുട്ടികളുടെ കരുത്ത്, അവരുടെ ചിന്ത, അവരുടെ ബുദ്ധി, അവരുടെ ശരീരത്തിലൂടുന്ന രക്തത്തിന്റെ കരുത്ത് ഫലപ്രദമായ കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് പകരം ആക്രമിക്കാനും വിധ്വംസക പ്രവർത്തനത്തിനും വേണ്ടി ഉപയോഗിച്ചതിന്റെ ഫലമായിട്ടാണ് അവർ അക്രമവാസന പുലർത്തുന്നത്. എന്താണ് മനുഷ്യൻ? ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയുമോ? ആർട്സ് ആൻഡ് സ്പോർട്സ്, മനുഷ്യൻ കായികവും കലാപരവുമായിരിക്കുന്ന 2 കഴിവുകളും ചേരണം. നമ്മുടെ ഉള്ളിലെല്ലാം മതമുണ്ട്, നമ്മൾ ജനങ്ങൾക്ക് മനസ്സൊക്കെ ഉണ്ട്, പക്ഷെ അത് ശരീരത്തിന് വിധേയമാണ്. ശരീരത്തിന് വിധേയമാണ്. മനുഷ്യൻ മനുഷ്യനാവുന്നത് ഈ ശരീരത്തെ അടക്കാൻ പഠിപ്പിക്കുമ്പോഴാണ്. ഒരു ഹോട്ടലിന്റെ മുന്നിലൂടെ പോകുമ്പോൾ വിശക്കുന്നുണ്ട്, ഹോട്ടലിൽ നല്ല ഭക്ഷണമുണ്ട്, അപ്പോൾ ഉടൻ തന്നെ ആദ്യം എന്താ ചിന്തിക്കുക? വിശപ്പ് കൊണ്ട് കയറി തിന്നൂല, കീശേ കാശുണ്ടെങ്കിലേ കയറൂ, അല്ലേ? കീശേ കാശുണ്ട്. മൂത്രയിക്കാൻ മുട്ടിയാൽ ഇവിടെ ഒഴിക്കുവോ? ഇവിടെ ഒഴിക്കുമ്പോൾ പറയും ജന്തു, ഓനെന്ത് ജന്തു എന്ന് പറയും, അല്ലേ? അനങ്ങാണ്ട് കിടന്നോ പേരിക്കോട്ടല്ലേ എന്ന് പറയും. നമ്മുടെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ യൂറിനൽ പ്രശ്നം കൂടുതൽ ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? പുരുഷന്മാർ എവിടെ പോയാൽ ഏടിയെങ്കിലും പോയി പിടിക്കാതെ, പെണ്ണുങ്ങൾക്കാനെ പിടിക്കാൻ പറ്റൂലല്ലോ. അവരെന്ത് ചെയ്യും? അവർക്ക് അതിന് സൗകര്യങ്ങളില്ല. ഏടിയെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ നാറ്റം കൊണ്ട് ഒഴിക്കാൻ വിചാരിച്ചു മേലോട്ട് കയറിക്കും. അങ്ങനത്തെ വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ശബരിമല സ്വാമിമാർ വിളിക്കും പോലെ പല സ്ത്രീകളും കൊണ്ടുവരണ സ്വാമിയേ രാവിലെ കൊണ്ടുപോയി വൈകുന്നേരം വീട്ടിൽ കൊണ്ടുവരിക. മനസ്സിലായോ? ഒഴിക്കാണ്ട് വരും. അതിൻ്റെ പേരിലാണ് യൂറിനൽ പ്രോബ്ലം ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പിടിച്ചു വെക്കും. കാമവികാരം ഉണർന്നാൽ അപ്പൊ തന്നെ നമ്മൾ പ്രണയത്തിലൂടെ, വിവാഹബന്ധങ്ങളിലൂടെ അതിനെ, സംസ്കാരത്തിനെ ചേർത്തുകൊണ്ട് മാത്രമേ ശരീരങ്ങൾ തമ്മിൽ ചേരാൻ നമ്മൾ അനുവദിക്കൂ. അത്തരത്തിൽ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സുള്ളപ്പോഴാണ് മനുഷ്യൻ ഉണ്ടാവുന്നത്. പക്ഷേ നമ്മൾ ഈ മൃഗങ്ങളെ പോലെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനൊരു മതം വരും, മനസ്സിന് ഒരു അഹന്ത വരും. ഇതിന് എന്താ മാർഗം? ആത്മകമായി പുറത്തു കളയുവാൻ വേണ്ടിയിട്ട് പുരാതന കാലം മുതൽ കണ്ടുപിടിച്ചിരിക്കുന്ന 2 വഴികളാണ്. ഒന്ന് കലയും, ഒന്ന് സ്പോർട്സും. ശരീരത്തിന്റെ മതം പുറത്തു കളയാൻ സ്പോർട്സ്, മനസ്സിലായോ? ഓടുക, ചാടുക. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ ഒരു മത്സരം കണ്ടു, പഞ്ചകുത്തി മത്സരം. നല്ല ശക്തി കൊണ്ട് മത്സരിക്കുകയാണ് യുവാക്കൾ. അവന്റെ മതം മുഴുവൻ ഇതിലൂടെ തീർക്കുകയാണ്. അത് തീർന്നിട്ടില്ലേ ഇവൻ വേറെ ആളെ പരിധിക്ക് വരും. മനസ്സിലായോ? ആ ശരീരത്തിന്റെ മതം പുറത്തു കളയാൻ ബോൾ കിക്ക് ചെയ്തിട്ട്, സ്മാഷ് ചെയ്തിട്ട്, അല്ലേ, കബഡിയിൽ പിടിച്ചു മറിഞ്ഞിട്ട്, ഗുസ്തി കൂടിയിട്ട്, ഓടിയിട്ട്, ചാടിയിട്ട് നമ്മുടെ ശരീരത്തിന്റെ മതം പുറത്തു കളയണം. അതുപോലെ മനസ്സിന്റെ മതം പുറത്തു കളയാൻ എന്താ മാർഗം? ഉള്ളിൽ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വികാരങ്ങൾ കടലാസിൽ വിതയ്ക്കും. കവിഞ്ഞു മറിയുന്ന വികാരങ്ങൾ, കവിയുന്ന വികാരങ്ങൾ അന്ന് ഇപ്പം കത്തിന്റെ പരിപാടി ഇല്ല. ഇപ്പം വാട്സപ്പ് മെസ്സേജ് വന്നതോടുകൂടി കത്തില്ല, അല്ലേ? അപ്പോൾ ഈ കത്തിൽ എനിക്ക് വല്ലാത്ത സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സങ്കടങ്ങളിൽ എഴുതുമ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ഉറ്റിച്ചിട്ട് ആ എഴുത്ത് മയക്കും. എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതും ഇതെൻ്റെ കണ്ണീര് വീട് നനഞ്ഞതാണെന്നെല്ലാം പറഞ്ഞിട്ട് എഴുതിയിട്ട് കത്ത്. ഈ വികാരങ്ങൾ പങ്കുവെക്കണം. ഈ വികാരങ്ങൾ പങ്കുവെക്കുമ്പോൾ അതാണ് പിന്നെ കവിതയായി മാറുന്നത്. ഭാരതത്തിലെ ആദ്യത്തെ കവിത എന്താ? കാവ്യമെന്താ? ക്രൗഞ്ചപക്ഷികൾ കൊക്കുരുമ്മി രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വനവേടൻ അതിനെ അമ്പെയ്ത് വീഴ്ത്തിയപ്പോ ആ അമ്പെയ്ത് വീഴ്ത്തുന്നത് കണ്ടിട്ട് ഒരു മുനിയുടെ ഉള്ളിൽ ഒരു ശോകമുണ്ടായി, ദുഃഖമുണ്ടായി. ആ ശോകമാണ് മാ നിഷാദ പ്രതിഷ്ഠാത്വമഗമ ശാശ്വതി സമ എന്ന ശ്ലോകമായി മാറിയത്. ആ ശ്ലോകമാണ് രാമായണം എന്ന കാവ്യമായി മാറിയത്. ദുഃഖത്തിൽ നിന്നാണ്
രുദിതാനുസാരിയാണ് കവി. രുദിതാനുസാരി എന്ന് പറഞ്ഞാൽ രോദനത്തിന്റെ പിറകെ, കരയുന്നതിന്റെ പിറകെ പോകുന്നവനാണ് കവി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വികാരങ്ങൾ കവിയുമ്പോൾ വിതച്ചാൽ അത് കവിതയായി എന്ന്. കവിതയായി വികാരങ്ങൾ പുറത്തു കളയാൻ അവസരമാണ് കല. നാടകമെന്താ? സംഘട്ടനാത്മകമായ വികാരങ്ങൾ. ആ സംഘട്ടനാത്മകമായ വികാരങ്ങൾ ഇടിവെട്ടി തീമഴ പെയ്താലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല രാഘവ എന്ന് പറയുമ്പോൾ കിണ്ണത്തിന് ടൈ എന്ന് പറഞ്ഞൊരു അടിയുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വികാര വിസ്ഫോടനം നടത്തിയിട്ട് അവസാനം പ്രശാന്തതയിൽ അത് സമാപിക്കുന്നു. ഇത്തരം നാടകങ്ങൾ നമ്മുടെ കുട്ടികൾ കാണാറുണ്ടോ? നാടകം കാണണം കുട്ടികൾ. ജീവിതത്തിൻ്റെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ നിന്ന് മുറിച്ചു കടക്കാനുള്ള മാർഗം എന്തെന്ന് അനുഭവം ഉണ്ടാക്കി കൊടുക്കുന്നത് നാടകങ്ങൾ കണ്ടിട്ടാണ്, കഥകൾ വായിച്ചിട്ടാണ്, കവിതകൾ കേട്ടിട്ടാണ്, കാവ്യങ്ങൾ വായിച്ചിട്ടാണ്. ഇത് വായിച്ചാൽ മാത്രം പോരാ, അത് പ്രകടിപ്പിക്കാനും കൂടി കഴിയണം. ഒരു ഉത്സവപ്പറമ്പിൽ നിന്നാണ് നാടകമുണ്ടായത്. ഉത്സവപ്പറമ്പിൽ ഈ ദിവന്യാസോസ് ദേവനെ ആരാധിക്കാൻ, ദിവന്യാസോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കിലെ മദ്യത്തിൻ്റെ ദേവനാണ്. നമ്മളെ മുത്തപ്പനില്ലേ, കള്ള് നേദിക്കുന്ന മുത്തപ്പനെ പോലുള്ള ഒരു ദൈവമാണ് ദിവന്യാസോസ്. ഈ ദിവന്യാസോസ് ദേവനെ ആരാധിക്കാൻ വേണ്ടി ഗ്രീക്ക് നഗരത്തിലെ മൈതാനത്തിൽ എല്ലാ വർഷവും ആബാലവൃദ്ധം മനുഷ്യർ ഒത്തുകൂടും. അങ്ങനെ ഒത്തുകൂടിയിട്ട് അവർക്കന്ന് എന്തും ചെയ്യാം, എത്ര വേണമെങ്കിൽ കുടിക്കാം, നൃത്തം ചെയ്യാം. അത് അവരുടെ വികാര വിവേചനം നടത്താൻ വേണ്ടിയിട്ട് ഒരു ദിവസം രാജാവ് അനുവദിച്ചു കൊടുക്കുക. അന്നേ തുള്ളാവും. അങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് കരണ്ടൊന്നും ഇല്ലല്ലോ, വലിയ വിളക്കുകാലുകൾ സ്ഥാപിച്ചിട്ട് അതിൻ്റെ മേലെ പന്തം ഇങ്ങനെ കത്തും ഈ ഗ്രൗണ്ടിൽ വെളിച്ചത്തിന് വേണ്ടി. അപ്പോൾ ഒരുത്തൻ നല്ലോണം അടിച്ച് പൂസായപ്പോൾ, ഈ വെള്ളമടിക്കുന്നതിന് പല മദ്യമുണ്ട്, പോസ്റ്റമക്കേറ്റി എന്ന് പറഞ്ഞ മദ്യമുണ്ട്, പണ്ടുണ്ടായിരുന്നു. ഇത് അടിച്ചാൽ ഏതെങ്കിലും പോസ്റ്റമപ്പാലും കയറും. നാണം കുണുങ്ങി എന്ന് പറഞ്ഞ മദ്യം ഉണ്ടായിരുന്നു പണ്ട്. ഈ നാടൻ മദ്യം ഇല്ലേ പണ്ട്, നാണം കുണുങ്ങി അടിച്ചാൽ ഇങ്ങനെ ആടി ഇരുന്നോളൂ, നാണം കുണുങ്ങിയായിട്ട്. ജീസസ് എന്ന് പറഞ്ഞൊരു മദ്യം ഉണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ. അടിച്ചാൽ 2 ദിവസം ഓഫായിരിക്കും, 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതാ ജീസസ്. അങ്ങനെ പല സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പോസ്റ്റമക്കേറ്റി അടിച്ചിട്ട് ഇവനൊരുത്ത ഈ വിളക്ക് കാലുമേൽ ഓടിക്കേറിയപ്പോൾ എല്ലാവരും ഇങ്ങ് പ്രോത്സാഹിപ്പിച്ചു. അവനങ്ങ് മേലെ എത്തിയപ്പോൾ താഴെ നിന്നൊരാൾ എന്തോ ഓനോടെന്തോ നെഗറ്റീവായ ഒരു കമൻറ്റ് വിളിച്ചു പറഞ്ഞു. ഈ കമൻറ്റിന് അവൻ ഉരുളക്കുപ്പേരി പോലെ ഒരു മറുപടി കൊടുത്തു. അത് കേട്ടിട്ട് സദസ്സാകെ പൊട്ടി ചിരിച്ചു. ഇവനോട് ചോദിച്ചത് പന്നീൻ്റെ കാലിന് വിരലത്രാന്ന് ചോദിച്ചു. അപ്പോൾ ഓൻ വിളിച്ച് പറഞ്ഞു, ഇത് അച്ഛൻ്റെ കാലിന് പോയി എണ്ണി നോക്ക് എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് സദസ്സാകമാനം പൊട്ടി ചിരിച്ചു. ആ ചിരിച്ചത് വലിയ സംഭവമായി. ഇത്രയും ഹൃദയം തുറന്ന് ചിരിക്കാൻ ഒരു അവസരം ഗ്രീക്ക് നിവാസികൾക്ക് മുമ്പ് കിട്ടിയിരുന്നില്ല. ഈ വിളക്ക് കാലുമൊക്കെ കയറിയിട്ട് മറുപടി പറഞ്ഞവൻ പിന്നെ നാട്ടിൽ ഹീറോ ആയി. അടുത്ത ഉത്സവത്തിന് വിളക്ക് കാലുമൊക്കെ കയറുന്നവരുടെ എണ്ണം കൂടി. കാരണം ഇതിൻ്റെ മേലെ കയറുന്നവർ ഹീറോ ആണല്ലോ. അപ്പോൾ വിളക്ക് കാലുമൊക്കെ കയറുന്നവരുടെ എണ്ണം കൂടി. എണ്ണം കൂടുമ്പോൾ ഒരു പ്രശ്നം വന്നു. എന്താണെന്നറിയോ? വെള്ളം അടിച്ചിട്ട് ഈ കയറാൻ പറ്റണം. കയറിയാൽ മാത്രം പോരാ, താഴെ നിന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനും പറ്റണം. എല്ലാവർക്കും വിളക്ക് കാലുമ കയറാനാവില്ല. കയറാനായാൾക്ക് ചിലപ്പോൾ ഉത്തരം പറയാനും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തു? ചില ആളുകൾ നേരത്തെ എഴുതി തയ്യാറാക്കി, ഞാനിങ്ങനെ ചോദിക്കും, നീ ഇങ്ങനെ പറയണം, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അങ്ങനെ എഴുതി തയ്യാറാക്കിയ ചോദ്യവും ഉത്തരവും പറയാൻ തുടങ്ങി. പക്ഷെ ഈ വിളക്ക് കാലം ഒന്ന് ഉരുണ്ട് വീണിട്ട് പലർക്കും പരിക്ക് പറ്റുന്നതുകൊണ്ട് രാജാവ് പറഞ്ഞു, വിളക്ക് കാല് വേണ്ട, പകരം ഈ കയറുന്ന ഒരു വലിയ തിണ്ണ കെട്ടിയിട്ട് അതിൻ്റെ മേലെ കയറി നിന്നാൽ മതി, എന്നിട്ട് സദസ്സെന്ന് ചോദിക്കാൻ. അങ്ങനെ തിണ്ണ മാറി, വിളക്ക് കാല് വന്നിട്ട് മാറിയിട്ട് തിണ്ണ വന്നു. അതാണ് ആ ലോകത്തെ ആദ്യത്തെ സ്റ്റേജ്. ആ തിണ്ണയിൽ ഒരാൾ കയറി നിന്നിട്ട് സദസ്സെന്ന് ചോദ്യവും മറുപടിയും പറയുമ്പോൾ ഒരു ദിവസം സദസ്സെന്ന് ഒരാൾ കയറി സ്റ്റേജിന്മേൽ കയറി ചോദിച്ചു. അപ്പോൾ കഥാപാത്രങ്ങൾ രണ്ടായി. അങ്ങനെ കഥാപാത്രങ്ങൾ കൂടി വന്നു. അങ്ങനെയാണ് നാടകം എന്ന കല രൂപപ്പെട്ടത് ലോകത്താദ്യമായിട്ട്. അങ്ങനെയാണ് ഹെക്കൂബ എന്ന നാടകം സോഫോക്ലിസ് എഴുതുന്നത്. ദുരന്ത നാടകങ്ങളായിരുന്നു പണ്ട്, അവസാനം കരഞ്ഞുകൊണ്ടുവരുന്ന നാടകങ്ങൾ. ഇപ്പൊ പണ്ടെല്ലാം നമ്മളെ നാട്ടിൽ അല്ലേ കരയുന്ന സിനിമക്കായിരുന്നു ഒരുപാട് ആള് പോക്ക്. ഇപ്പൊ കരയുന്ന സിനിമക്ക് ആള് പോവില്ല. എല്ലാം ശുഭപര്യവസായ കോമഡികൾക്ക് ആള് പോകും, ട്രാജഡികൾക്ക് ആള് പോക്കില്ല. പണ്ട് ആകാശദൂത് കാണാൻ പോയിട്ട് അല്ലേ, ആകാശദൂത് കണ്ടിട്ട്
കരഞ്ഞിട്ട് വെള്ളം പുറത്തേക്ക് ഒലിച്ച് വരുത്തുക. അങ്ങനത്തെ കരച്ചലല്ലേ ഏതാണ്ട്. പെണ്ണുങ്ങളെല്ലാം വലിച്ചു കയറ്റു, ആണുങ്ങൾ കാർക്കിച്ച് തുപ്പു. കാരണം ആണുങ്ങൾ കരഞ്ഞാൽ ഡീസൻറ്റ് പോയി പോകുന്നു വിചാരിച്ചിട്ട് ഇന്ന് മേലോട്ട് കയറ്റൂല, അതിനവർ നാക്കി തുപ്പുകയില്ല അല്ലേ, കരയുമ്പോൾ ആളറിഞ്ഞു പോകുന്നതിന്. അപ്പോൾ അന്ന് കരയുന്ന സിനിമയായിരുന്നു, ഇപ്പം ചിരിക്കുന്ന സിനിമയാണ്. ഈ ചിരിയും കരച്ചിലും ഒരു തമാശയല്ല, അത് മനുഷ്യൻ്റെ ജീവിതത്തിൽ മനഃശാസ്ത്രപരമായ ഒരു കൗൺസിലിംഗ് ആണ്. ഈ വികാരങ്ങൾ പുറത്ത് കളയാൻ അവസരങ്ങൾ ഒരുക്കി കൊടുത്തില്ലെങ്കിൽ പുതിയ പല്ല് പുറത്തേക്ക് വരുമ്പോൾ പഴയ പല്ല് പൊരിച്ച് വഴി കൊടുത്തിട്ടില്ലെങ്കിൽ എന്താവും ആ പല്ലാണ് കൊന്ത്രം പല്ലാകുക. നമ്മുടെ നാട്ടിൽ കവിത വായിക്കുന്ന, കഥ വായിക്കുന്ന, കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന യുവാക്കളുടെ എണ്ണം കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ യുവാക്കൾ വിധ്വംസക പ്രവർത്തനങ്ങൾ കയമ്പും നാവിൽ തൂകും വാനമ്പാടി എന്ന പാട്ട് കേട്ടിട്ടില്ലേ? തേനും വയമ്പും. എന്തിനാ ഈ വയമ്പ്? വയമ്പെന്ന് പറയുന്നത് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാനാണ്, ഔഷധമാണത്. അന്ന് ഈ BCG ഇഞ്ചക്ഷൻ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ശരീരത്തിൽ രോഗം വരാതിരിക്കാൻ നല്ലതാ. തേന് കൊടുക്കുന്നത് ജനിച്ച ഉടനെ കുട്ടിക്ക് തോന്നുക ഹായ് മധുരം 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 അല്ലേ, പോസിറ്റീവാണ്. ഹായ്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. ലോകം മൊത്തം മധുരാണല്ലോ. ഇപ്പം ആരെങ്കിലും തേനും വയമ്പും കൊടുക്കുന്നുണ്ടോ? ഇല്ല. പകരം ഒരു ഇഞ്ചക്ഷൻ കൊടുക്കും. ഇഞ്ചക്ഷൻ കൊടുത്ത് കുത്തി വേദനിപ്പിച്ച് കരഞ്ഞ് കുട്ടിക്ക് തോന്നുക ഈ കാലം മാറൽ എന്നെ കുത്താൻ വന്നതാണ്. നെഗറ്റീവ് ഇഫക്റ്റാണ് ആദ്യം തന്നെ കുട്ടിക്ക് തോന്നുന്നത്. ഇഞ്ചക്ഷൻ വേണം, നിർബന്ധമാണ്. ഇഞ്ചക്ഷനിൽ കൃത്യമായി നടക്കുന്നുണ്ടാ കേരളത്തിൽ ഇങ്ങനെ ശിശുമരണങ്ങൾ കുറയാൻ കാരണം. പക്ഷേ അല്പം തേന് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ, പ്രസവം എന്ന പ്രക്രിയ എൻ്റെ നാട്ടിലെല്ലാം ഉണ്ട്. പ്രസവം എന്ന പ്രക്രിയ നടത്തിയ ആ പെണ്ണിനും ആ പെണ്ണിൻ്റെ അമ്മയ്ക്കും തിന്നാനുള്ള പൈസ കൊണ്ടു കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട്. അത് പ്രസവിച്ച പെണ്ണിനും പെണ്ണിൻ്റെ അമ്മയ്ക്കും തിന്നാനുള്ള പൈസ കൊണ്ടു കൊടുക്കും. തിന്നുന്നതിന് പക്ഷെ അതിന് മാത്രമേ ഈ ഇംഗ്ലീഷ് പറയൂ, ഈറ്റ് എന്നാ പറയുക. ഈറ്റിൻ്റെ പൈസ കൊണ്ടു കൊടുക്കൂ ഇല്ലേ? ഈറ്റിൻ്റെ പൈസ, ആ ഈറ്റിൻ്റെ അർത്ഥം വേറെയാണ്, ഞാൻ തമാശ പറഞ്ഞ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 28ാമത്തെ ദിവസം ഒരു പേര് വിളിയില്ലേ? 28ൻ്റെ കണക്കെന്താണെന്നറിയോ? എന്നാൽ 28ൻ്റെ 29 പോയാൽ 28 കുളി, 29 കുളിച്ചാൽ അഞ്ച് പോവോ? 28ൻ്റെ കണക്ക് AD 825 മുമ്പ് മലയാളികൾക്ക് കലണ്ടർ ഉണ്ടായിരുന്നില്ല, ഡേറ്റും ഉണ്ടായിരുന്നില്ല. AD 825 നമുക്ക് ആദ്യത്തെ കലണ്ടർ ഉണ്ടായത്. കലണ്ടറിന്റെ പേരറിയാവോ? നമ്മൾ ഈ ചുമരുമ്പ തൂക്കുന്ന കലണ്ടർ നമ്മൾ ഉണ്ടാക്കിയ കലണ്ടറല്ല, അത് വിദേശികൾ കൊണ്ടുവന്ന കലണ്ടറാ. ചുമരുമ്പ തൂക്കുന്ന കലണ്ടർ നമ്മുടെ സ്വന്തം കലണ്ടർ കൊല്ലത്ത് വെച്ച് ഉണ്ടാക്കിയതാ. 1200 കൊല്ലായി ആ കലണ്ടർ ഉണ്ടാക്കിയിട്ട്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു വർഷം 825 ഉണ്ടാക്കിയതാ. അതുകൊണ്ട് ആ കൊല്ലത്ത് വെച്ചുണ്ടാക്കിയ കലണ്ടറിന് കൊല്ലവർഷം ഇത് 1200. മനസ്സിലായോ? കൊല്ലവർഷം എന്ന് പറയാ. ഈ കൊല്ലവർഷം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ കലണ്ടറിന്റെ പേര് പഞ്ചാംഗം എന്നായിരുന്നു. കേട്ടിട്ടുണ്ടോ? പുസ്തകം പഞ്ചാംഗമായിരുന്നു. ഈ പഞ്ചാംഗം വന്നതിന് ശേഷം നമുക്ക് ഡേറ്റ് വന്ന്, അതിനു മുമ്പ് നമുക്ക് ഒരു ദിവസത്തിന് ഓരോ നക്ഷത്രത്തിന്റെ പേരാ. അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രത്തിന്റെ പേരാ. അപ്പൊ ഒരു കുട്ടീന്റെ ജന്മനക്ഷത്രം ഫസ്റ്റിൽ വരികത്ത 28ാമത്തെ ദിവസം, അന്ന് പേര് വിളിക്കും. മനസ്സിലായോ? അന്ന് ആ മാസം ഒരു മാസം കൂടുന്നത് 28ാമത്തെ ദിവസമാണ്. ഈ കണക്കുകൊണ്ട് നമുക്കൊരു വലിയ കുടുക്ക് പറ്റിയിട്ടുണ്ട്. അറിയുന്നത് 12 മാസമല്ലേ ഉള്ളൂ. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം 12 മാസം, 27 ദിവസമേ ഉള്ളൂ. 12 ഗുണിക്കണം 27 എത്രയാ? 12 ഗുണിക്കണം 27 324. പക്ഷെ ഭൂമി സൂര്യനെ ചുറ്റാൻ ഒരു കൊല്ലത്തിന് എത്ര വേണം? 365. അപ്പൊ ഇത് ടാലിയാവില്ലല്ലോ. ഈ ടാലിയാവാത്തതിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ദിവസം ഒരു മാസമാക്കിയതിന് പ്രാർത്ഥനയ്ക്കും വ്രതത്തിനും വേണ്ടി. അതാണ് 365 - 324 = 41 മണ്ഡലകാലം. പിടിക്കുക. 41 മണ്ഡലകാലത്തിന്റെ കണക്കെങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ? അപ്പൊ ഇതിനു മുമ്പ് ഇത്രയേ ഉള്ളൂ. നമ്മളെ ഇവിടെ ഇരിക്കുന്ന പലർക്കും 3 ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 3 ദിവസം കേക്ക് മുറിക്കാം. ഒന്ന് പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത ഒറിജിനൽ ഇംഗ്ലീഷ് തീയതി. രണ്ടാമത്തത് മലയാള മാസവും നക്ഷത്രവും. എൻ്റെ അമ്മ പായസം വെക്കണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും പറഞ്ഞിട്ട് കഴിയില്ല. മേടമാസം മകൻ നക്ഷത്രത്തിലെ അമ്മ പായസം വെക്കും. അതെ. മൂന്നാമത്തത് LP സ്കൂൾ ഹെഡ്മാസ്റ്റർ നിശ്ചയിച്ചൊരു തീയതി ഉണ്ടാവും. എന്നെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കൂട്ടിപ്പോയി. നെട്ടൂർ കുഞ്ഞിരാമാഷി ഹെഡ്മാഷ് ചോദിച്ചു, എപ്പാ നാരായണ ഇവനെ പെറ്റിന്? അച്ഛൻ പറഞ്ഞു, പൊരളിമലയിൽ പൊനംകൃഷി നടത്തിയ കൊല്ല പെറ്റിന്.
അതേത് കൊല്ലാട് പൊനം കൃഷി നടത്തിയ കണ്ണോമ്പാലത്തിന്റെ കണ്ണടഞ്ഞിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായ കൊല്ലോ. ഇതേടുന്ന് മാഷക്കറിയൂ. മാഷ് പറഞ്ഞു ജൂണിൽ സ്കൂളിൽ ചേർക്കണമെങ്കിൽ മെയ്യിലെങ്കിലും പെറ്റാലിൽ 5 വയസ്സ് തികയൂ. നിന്റെ ജന്മദിനം മെയ് 4 മാഷ് നിശ്ചയിച്ചു. അതായ എൻ്റെ SLC ബുക്കിൽ മെയ് 4. ഇപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ SLC കൊടുത്തിട്ട് നോക്കുമ്പോൾ ഇപ്പം മെയ് 4 എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ വരൂ. അപ്പം ഞാനതെല്ലാം പരേതനായ നെട്ടൂർ കുഞ്ഞിരാം മാഷുടെ പാതാരവിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. കാരണം അയാൾ നിശ്ചയിച്ച മനസ്സിലായില്ലേ ഈ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രശ്നമാണ്. അത് ഞാൻ പറഞ്ഞു വന്നത് 28ാമത്തെ ദിവസം പേര് വിളിക്കുമല്ലോ, നൂല് കെട്ടുമല്ലോ, പാല് കൊടുക്കുമല്ലോ. ഈ നൂല് കെട്ടുന്നത് എന്തിനാണെന്നറിയാമോ? അരയിലൊരു നൂല് കെട്ടുമല്ലോ. എന്തിനായി നൂല് കെട്ടുന്നതെന്ന് ഞാൻ പല സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടും ചോദിച്ചു. അപ്പം അവരെല്ലാം പറഞ്ഞത് അതൊരു ആചാരം, ഒരു ചടങ്ങ് എന്നാണ്. അതിനൊരു അർത്ഥം വേണ്ടേ? ഇതേടൊരു അർത്ഥം കിട്ടിയില്ല. പാട്യം പഞ്ചായത്തിന്റെ വയോജന സംഘം ഉദ്ഘാടനം ചെയ്യാൻ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ ഈ ചോദ്യം ചോദിച്ചു, എന്തിനായി നൂല് കെട്ടുന്നത്? ആരും ഉത്തരം പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ റിട്ടയർഡായ ഒരു സാവിത്രി ടീച്ചർ പറഞ്ഞു, എനിക്ക് തോന്നുന്ന ഒരു ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ആരും പറഞ്ഞു തന്നില്ല. അതെ ഞാൻ പറഞ്ഞു, പറ ടീച്ചറെ. അതായത് കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നത് ആരാ? അമ്മയല്ലേ? പ്രസവിക്കുന്ന അമ്മ മാത്രല്ലേ? മുലയൂട്ടുന്ന അമ്മ മാത്രല്ലേ? എല്ലാം ചെയ്യുന്ന അമ്മ മാത്രല്ലേ? പക്ഷെ കുട്ടി അമ്മേൻ്റെ മാത്രമല്ലല്ലോ, അച്ഛനും കൂടിയല്ലേ? അപ്പം അച്ഛൻ ഇതൊന്നും ഒരു പങ്കാളിത്തം ഇല്ലാണ്ട് അച്ഛനൊരു പ്രയാസം വേണ്ടെന്ന് വിചാരിച്ചിട്ട് 28ാമത്തെ ദിവസം കുട്ടീനെ പാർട്ടീഷൻ ചെയ്ത് 2ആക്കി നടുക്കൊരു അതിരിടുന്ന, പകുതി അച്ഛന് പകുതി അമ്മക്ക്. അതാണ് ടീച്ചർ പറഞ്ഞ മറുപടി. കേൾക്കാൻ നല്ല സുഖമുള്ള മറുപടി അല്ലേ? അല്ല. ഈ നൂല് കെട്ടുന്നതിന്റെ പിറകിൽ ഒരു മനഃശാസ്ത്ര പശ്ചാത്തലമുണ്ട്. അന്ന് മുതൽ അവന്റെ സോഫ്റ്റ്വെയറിന് ഡെവലപ്മെന്റാ. ശരീരത്തെ പോറ്റലല്ല നമ്മളെ പണി, ശരീരത്തെ കൺട്രോൾ ചെയ്യല. നിന്റെ ശരീരം അവിടെ മൂത്രയിക്കരുത്, അവിടെ നിണചേരരുത്, കണ്ടെടുത്ത് തിന്നരുത്. ശരീരത്തെ പിടിച്ചു കെട്ടി മനസ്സിന്റെ ഭാവനകൾ ഉണർത്തുന്ന പ്രക്രിയ ആരംഭിക്കുന്ന ദിവസമാണ് പേര് വിളിക്കുന്ന അന്ന് മുതൽ. അതാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? ഈ നൂല് സംസ്കാരമാണ്. തലമുറയായി പിരിച്ചുണ്ടാക്കിയ സംസ്കാരത്തിന്റെ പ്രതീകമാണ് ഈ നൂല്. അതാണ് ഈ നൂല് കെട്ടുന്നതിന്റെ അർത്ഥം. അന്ന് മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും കിടക്കാനുള്ള കട്ടിലും റൂമും ഒരുക്കി കൊടുത്താൽ നിങ്ങൾ രക്ഷകർത്താവില്ല. ചാടിയും തീർക്കട്ടെ. അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഒരു സമാധാനമുണ്ട്. മനസ്സിന്റെ മതം പാടിയും ചാടിയും തീർക്കട്ടെ. പാടിയും ചാടിയും മനസ്സിന്റെ മതം തീർക്കുക. ഓടിയും ചാടിയും സ്മാഷ് ചെയ്തിട്ടും ശരീരത്തിന്റെ മതം തീർക്കുക. അങ്ങനെ മനസ്സും ശരീരവും പ്രശാന്തതയിലേക്ക് മാറുന്ന പ്രക്രിയയാണ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ. മനസ്സിലായോ? ഇത് തമാശക്കളിയല്ല, അത് വളരെ ഗൗരവമുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അടുക്കളയല്ല, ബെഡ്റൂമല്ല, ടോയ്ലറ്റ് അല്ല. ആ പ്രധാനപ്പെട്ട ഭാഗത്തെ കണി കാണാൻ പഠിപ്പിക്കൂ നാളെ മുതൽ നിങ്ങളുടെ കുട്ടികൾ ഇന്ന് വരെ കണി കണ്ടത് എന്താന്ന് ഞാൻ പറയട്ടെ? ക്ലോസറ്റ് ആയിരിക്കും. രാവിലെ എണീറ്റാ നേരെ ടോയ്ലറ്റിലാണ് പോവുക, ക്ലോസറ്റാ കണി കാണുക. പണ്ടങ്ങനെയല്ല. പണ്ട് ക്ലോസറ്റ് പുറത്താ, ടോയ്ലറ്റ് പുറത്തായതുകൊണ്ട് പ്രഭാതത്തെ, പ്രകാശത്തെ, പ്രകൃതിയെ കണി കാണും. രാവിലെ മുന്നിലത്തെ വാതിൽ തുറക്കും അല്ലേ? വാതിൽ തുറത്തിട്ട് പ്രകാശത്തെയും പ്രഭാതത്തെയും പ്രകൃതിയെയും കണി കാണും. എന്നിട്ട് മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പൂക്കളെ കാണും. ആ പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ കാണും. ആ പൂമ്പാറ്റകളെ നോക്കിയിട്ട് ഒരു കുട്ടി പാടിയ ഒരു പാട്ടാണ് എന്നെ കവിത വായിക്കും. എല്ലാ ദിവസവും ഞാൻ ഒരു കവിത വായിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ. ആ ഉറങ്ങുന്നതിൻ്റെ പ്രേരകമായത് ആ പൂമ്പാറ്റയെ നോക്കി ഒരു കുട്ടി പാടിയ പാട്ടാണ്. 1ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ അവസാനത്തെ പാഠം ആ പാട്ടാണ്. ആ പാട്ട് അതിമനോഹരമായി അമ്മ പാടിത്തരാറുണ്ടായിരുന്നു. പുലരിയോടൊത്തെന്നും പൂന്തൊപ്പിയിലെത്തുന്ന പൂമ്പാറ്റ കുഞ്ഞുങ്ങളെന്തു ചന്തം, അവരുടുത്തിടും അപ്പാവാട വിറ്റിടും ഇതെന്നമ്മയ്ക്കറിഞ്ഞുകൂടെ. അതുപോലെ ഒന്നമ്മേ തിരുവോണപ്പുടവയായി അരുമാമകൾക്ക് തരികയിൽ എന്ന പാട്ട്. എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റയോട് സംസാരിക്കുന്ന ഒരു കുട്ടി. നമ്മുടെ കുട്ടികളെ പൂക്കളോട് സംസാരിക്കാൻ പഠിപ്പിക്കാറുണ്ടോ? പൂമ്പാറ്റകളോട് സംസാരിക്കാൻ പഠിപ്പിക്കാറുണ്ടോ? പഠിപ്പിക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് ഇസ്രായേലിലും ഗാസയിലും കേൾക്കുന്നുണ്ടോ? ഇസ്രായേലിലും ഗാസയിലും പാലസ്തീനിലുള്ള പട്ടാളക്കാരുടെ പണിയെടുക്കേണ്ട നമ്മൾ. അവര് രാവിലെ എഴുന്നേറ്റാൽ മനുഷ്യനെ കൊല്ലാൻ
3 മിസൈൽ തീ കൊടുക്കലാ പണി. പല്ല് വരെ തേക്കലില്ല. പല്ല് വരെ തേക്കുന്നതിന് മുമ്പ് മിസൈലിന് തീ കൊടുക്കും. അതാണ് അവരുടെ ജോലി. നിങ്ങളുടെ ജോലി എന്താ അമ്മമാരെ? രാവിലെ എണീറ്റാൽ 3 തീ കൊടുക്കൽ. ഗ്യാസിൽ 3 അടുപ്പുണ്ടാവുമല്ലോ, 3 അടുപ്പിന് തീ കൊടുക്കൽ. നിർത്തത്. അപ്പൊ ഭക്ഷണം വേണ്ടേ? ആകാം, ഭക്ഷണം വേണം. ആ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് കുട്ടികളെയും കൂട്ടിയിട്ട് ഒന്ന് മുറ്റത്തിറങ്ങുക. ഒരു 10 മിനിറ്റ് നേരം ആ കുട്ടികളുടെ മനസ്സ് വളർത്താൻ, അതിലെ സർഗാത്മകതയെ വളർത്താൻ പോസിറ്റീവായ ചർച്ചകൾ ഉണ്ടാവണം. എന്താ ചർച്ചകൾ? വരാന്തയിൽ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും കൊച്ചുമക്കളും വട്ടത്തിലിരിക്കണം. കയ്യിൽ ഫോൺ ഉണ്ടാവരുത്. ഇടത്തെ കൈമേൽ ഫോണും വെച്ചിട്ടില്ലേ? ഇടത്തെ കയ്യിൽ ഫോണും വെച്ചിട്ട് വർത്തമാനം പറയുമ്പോ മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം മനുഷ്യന്റെ മുഖത്തുനിന്ന് പ്രകാശം പുറത്തേക്ക് വരുന്നില്ല. നിങ്ങളെ ഞാൻ കാണുന്നത് സൂര്യപ്രകാശം നിങ്ങളുടെ മുഖത്ത് വന്ന് റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ ടിവിയിലും മൊബൈൽ ഫോണിലുള്ള പ്രകാശം ഇതിന്റെ അകത്തെ പിക്ചർ ട്യൂബിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ട് വീട്ടിൽ ഏത് അതിഥി വന്നാലും ഭക്ഷണം കഴിക്കുന്ന സമയത്തും മൊബൈൽ ഫോണും ടിവിയും പൂട്ടിക്കോളണം. കാരണം അതിഥിയുടെ മുഖത്തല്ല, ഭക്ഷണത്തിലല്ല നിങ്ങൾ നോക്കുക പിക്ചർ ട്യൂബിലേക്കാ, കണ്ണങ്കോട്ടാ വായ. അതുകൊണ്ട് വീട്ടിൽ അതിഥികൾ വന്നാൽ TV പൂട്ടണം, മൊബൈൽ ഫോൺ ഓഫാക്കണം. ഭക്ഷണം കഴിക്കുമ്പോഴും മൊബൈൽ ഫോൺ ഓഫാക്കണം, TV പൂട്ടണം. TV കാണുമ്പോൾ ഒരു പണിയെ നടക്കുമല്ലേ? എന്താ തിന്നല് മാത്രമേ നടക്കൂ. TV കാണുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒറ്റൊരു പണി തിന്നല. അത് കുഞ്ഞുണ്ണി മാഷ കവിതയുണ്ട്. വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടം, വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും. വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടല്ലേ? അല്ലേ? വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടം. ചോറ് തിന്നുമ്പോ രാത്രി ചോറ് തിന്നുമ്പോ പെട്ടെന്ന് കരണ്ട് പോയി. അപ്പോ ഇരുട്ടത്ത് വായി കാണായിട്ട് ആരും ചോറ് വാരി ചെവി കൊണ്ടാച്ചില്ല, ഇല്ലല്ലോ. ഇത് കാണാപ്പാടാണ്. അപ്പൊ TV കണ്ടുകൊണ്ട് ഇതങ്ങ് നടക്കും. അതിന്റെ ഇടയിൽ കൂറ വീണിട്ടുണ്ടെങ്കിൽ അതും ചാരിച്ച് കൂട്ടുകയും ചെയ്യും, മുളകാന്ന് വിചാരിച്ചിട്ട്. മൊബൈലും TVയും വെക്കാതെ നിങ്ങൾ വരാന്തയിൽ എല്ലാവരും ഒത്തുചേരാറുണ്ടോ? വട്ടത്തിൽ ഇരിക്കാറുണ്ടോ? ഇരുന്നിട്ട് എന്താ ചർച്ച മുഴുവൻ നെഗറ്റീവ്. അതാ റോഡിലോ പോകുന്നത് ബഷീറ, മഹാവൃത്തിയത്തവനാ. പിന്നാലെ പോകുന്നത് സെബാസ്റ്റ്യൻ, തീരെ പൊക്ക അല്ലേ? കുഞ്ഞിക്കണ്ണനോ മഹാബദ്ധം. പഞ്ചായത്ത് മെമ്പർ ഒരു ചുറ്റിനും കൊള്ളില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് മഹാബോക്കും. MLA അയ്യേ. മന്ത്രിമാർ മഹാവഷളന്മാർ, മുഖ്യമന്ത്രി ഭീകരൻ, പ്രധാനമന്ത്രി ഭീകരൻ, എല്ലാരും മോശ. ഒരാളെ ഉള്ളൂ ലോകത്ത് നല്ലേ, അതാരാ? ഞാൻ മാത്രം. ഈ ചർച്ചകൾ കേട്ട് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഭാവം ഉണ്ടാകും. ആ ഭാവമാണ് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഈ ഭാവമുള്ള കുട്ടികളാണ് മത്സരത്തിന് പങ്കെടുക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ മറ്റവന്റെ കാലം എന്നെക്കാൾ വലിയ നിറവുള്ളൂ, എനിക്ക് കിട്ടൂല, ഞാനില്ല എന്ന് പറഞ്ഞു. മത്സരിക്കുന്നവരെല്ലാം ജയിക്കണം, നടക്കുവോ? എല്ലാവർക്കും ജയിക്കൂലല്ലോ. മത്സരിക്കുക എന്നതാണ് പ്രധാനം. തോറ്റാൽ വിദ്വേഷം ഉണ്ടാകരുത്. കേരളോത്സവത്തിൽ കലാമത്സരത്തിൽ അമിഗോസ് പ്രാപ്പോയിൽ വിന്നേഴ്സും KVS എയ്യങ്കല്ല് റണ്ണറപ്പും നേടി. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത് അമിഗോസ് പ്രാപ്പോയിലും റണ്ണറപ്പ് കരസ്ഥമാക്കിയത് ക്യാപ്റ്റൻ അക്കാദമി കോഴിച്ചാലുമാണ്. വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. മൂന്നാം സ്ഥാനം ഗോകുൽ CV. മൂന്നാം സ്ഥാനം ടീം തിരുമൈ. പെൻസിൽ ഡ്രോയിങ് ഒന്നാം സ്ഥാനം മിഥുൻ MB. മൂന്നാം സ്ഥാനം അനാമിക KL.
കഴിഞ്ഞ ഒരാഴ്ചയിലധികം ആയി നടന്നു വന്നിരുന്ന ചെറുപുഴ പഞ്ചായത്തിന്റെ കേരളോത്സവം പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. ഏതാനും ദിവസങ്ങളായി വളരെ നല്ല രൂപത്തിൽ ഈ പരിപാടികൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വിരൽത്തുമ്പുകൾ കൊണ്ട് മാസ്മരിക വർണ്ണപ്രപഞ്ചം സൃഷ്ടിക്കുന്ന മികച്ച കമ്പനികളുടെ മികവേറിയ മൊബൈലുകളുമായി ചെറുപുഴയിൽ മൊബൈൽ ഫോണുകളുടെ വിസ്മയ ലോകം തീർത്ത് ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽസ് ആൻഡ് ലാപ്ടോപ്പ് സർവീസസ്, ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് കളക്ഷൻസ്, ഐഫോൺ ഐപാഡ് സർവീസ് സ്പെഷ്യലിസ്റ്റ്, smartphone and laptop services. Our services: fast service, display service, battery service, live service. ഐപാക്സ്, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ച് സിറ്റി സെൻറ്റർ, ഇരിട്ടി. ഐപാക്സ് മൊബൈൽ, മേലെ ബസാർ, ചെറുപുഴ. മൊബൈൽ നമ്പർ 7907799505. ഐപാക്സ് മൊബൈൽ, ഓപ്പോസിറ്റ് കേരള ഗ്രാമീൺ ബാങ്ക്, മേലെ ബസാർ, ചെറുപുഴ.